പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ച് പുതുവർഷം കൊണ്ടാടിയ കുട്ടി സഖാക്കന്മാരായ എസ്എഫ്ഐയുടെ പേക്കൂത്തിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് ഇക്കഴിഞ്ഞ ദിവസം പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി എസ്എഫ്ഐ പ്രവർത്തകർ പാപ്പാഞ്ഞി മാതൃകയിലുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അടക്കം 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സുരക്ഷയില്ലാതെ പൊതുസ്ഥലത്ത് കോലം കത്തിച്ചു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം ഡിസംബർ 31-ാം തീയതിയാണ് പുതുവർഷ ആഘോഷത്തിനിടെ 30 അടി ഉയരമുള്ള കോലം കത്തിച്ചത്. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം. ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ കോലം കത്തിച്ചതെന്നാണ് എസ്എഫ്ഐ നേതൃത്വം നൽകിയ വിശദീകരണം. പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ 30 അടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കിയത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു വലിയൊരു പ്രതിഷേധം എസ്എഫ്ഐ ഉയർത്തുന്നത്. ഗവർണർക്കെതിരെ കോളേജുകളിലുടനീളം എസ്എഫ്ഐ ബാനറുകൾ ഉയർത്തിയിരുന്നു. ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലുടനീളം പ്രതിഷേധം ശക്തമാക്കുകയുമായിരുന്നു എസ്എഫ്ഐ ചെയ്തിരുന്നത്. തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എസ്എഫ്ഐ ഇത്തരത്തിലൊരു നീച പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. പയ്യാമ്പലം ബീച്ചിൽ 30 അടി ഉയരത്തിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞി മാതൃകയിലുള്ള കോലമാണ് എസ്എഫ്ഐ കത്തിച്ചത്. അടിക്കടി എസ്എഫ്ഐ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഗവർണർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതും. പിന്നാലെ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. തിരുവനന്തപുരം പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപവും എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുകയായിരുന്നു. അതായത് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേ ദിവസം വരേക്കും എസ്എഫ്ഐ കരിങ്കൊടി പ്രതിഷേധം തന്നെ ഗവർണർക്ക് നേരെ കാണിച്ചതിൽ ഏറെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം എന്നത് സത്യപ്രതിജ്ഞാ ദിവസത്തിന്റെ ചിത്രങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ കാട്ടിയ പിണക്കത്തിന് പിന്നിൽ ഇതെന്ന കാരണങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു. സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു ഗവർണർ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്നാൽ തിരുവനന്തപുരത്ത് വീണ്ടും കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം കണ്ടു. സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം ഒന്നും തന്നെ വേണ്ട എന്ന് കരുതി അദ്ദേഹം മിണ്ടാതിരുന്നു. എന്നാൽ അതിന്റെ തലേ ദിവസം തന്നെ എത്തിയ ഗവർണർ AKG സെന്ററിന് സമീപം എസ്എഫ്ഐ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട 4 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരെയൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യത്തിൽ വിട്ട കാഴ്ചകളാണ് നാം എല്ലാവരും കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോഴാണ് കേരളത്തിലെ ഗവർണർക്കെതിരെ ഉള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ ഗാന്ധിജിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊടുത്ത് എസ്എഫ്ഐ നേതാവിന്റെ ഒരു പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്. ചൂണ്ടി ഭാരത് മാത ലോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയും എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന അദിൻ നാസറാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം കാണിച്ച് രാഷ്ട്രപിതാവിനെ പോലും അപമാനിച്ചിരിക്കുന്നത്. തുടർന്ന് കോളേജിൽ നിന്നും ഇയാളെ സസ്പെൻഡ് ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് കുറ്റം ചെയ്തതായി പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിക്കെതിരെ കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുത്തത്. തുടർന്ന് ഇയാളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അദിൻ നാസർ എന്ന കുട്ടി സഖാവിനെതിരെ എടത്തല പോലീസാണ് കേസെടുത്തത്. KSU സംസ്ഥാന സെക്രട്ടറി അൽ അമീറിന്റെ പരാതിയിലായിരുന്നു നടപടി. ഇക്കഴിഞ്ഞ ഡിസംബർ 21 കോളേജ് ക്യാമ്പസിലായിരുന്നു ഇങ്ങനൊരു സംഭവം. മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും മാല അണിയുകയും ഇതൊരു മൊബൈലിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. അദിൻ നാസർ നിലവിൽ ഭാരവാഹിയല്ലെന്ന് എസ്എഫ്ഐ ആലുവ ഏരിയ കമ്മിറ്റി പിന്നീട് അറിയിക്കുകയുണ്ടായി. 1 മാസം മുൻപ് യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്നും ഇയാളെ മാറ്റിയിരുന്നു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ ഇടപെട്ട് അദീനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിച്ചെന്നൊക്കെയായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്തായാലും എസ്എഫ്ഐ ഇപ്പോൾ കേരളത്തിൽ കാണിച്ചുകൂട്ടുന്ന പ്രവൃത്തികൾ വളരെ മോശമായും വളരെ നീചമായ പ്രവൃത്തികൾ തന്നെ എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.